ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പോൾ ഇന്ന് ആക്ടിവിറ്റി സോൺ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഫ്രം ദി ലെസൺ എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നസ് ബൈ ചാൾസ് ഡിക്കൻസ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പം ഇതിന് ശേഷം ഒരു വീഡിയോയും കൂടെ കാണും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. After an interval came a wheelwright's shed or perhaps a blacksmith forge. എന്താണ്? കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിപ്പണിക്കാരന്റെ പണിപ്പുരയോ അല്ലെങ്കിൽ ഒരു കൊല്ലന്റെ ആലയോ കണ്ടു. Just as trades and professions have their specific names, so too do the workspaces associated with them. എന്താണ്? ഓരോ തൊഴിലും ജോലിക്കും പ്രത്യേക പേരുകൾ ഉള്ളതുപോലെ ആ ജോലികൾ ചെയ്യുന്ന സ്ഥലങ്ങൾക്കും എന്തുണ്ട്? പ്രത്യേക പേരുകളുണ്ട്. കോമൺ ട്രേഡ്സ് ഓർ പ്രൊഫഷൻസ് ആൻഡ് ദെയർ വർക്ക് സ്പേസസ്. അപ്പം നോക്കിയേ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഇമേജ് സഹിതം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതല്ല, ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സ്ലൈഡിലാണ്. നോക്കിയേ, കാർപ്പൻറ്റർ എന്താണ്? കാർപ്പൻറ്റേഴ്സ് വർക്ക്ഷോപ്പ്. ബ്ലാക്ക് സ്മിത്തിൻ്റെ പറയുമ്പോൾ ബ്ലാക്ക് സ്മിത്ത് ഫോർജ് എന്ന് പറയും. ടൈലർ ടൈലേഴ്സ് ഷോപ്പ് എന്നാണ് പറയുന്നത്. ബേക്കറിനെ സംബന്ധിച്ച് ദാറ്റ് ഇസ് ബേക്കറി. പോട്ടർ പോട്ടേഴ്സ് സ്റ്റുഡിയോ. ടീച്ചർ ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയും. പുസ്തകത്തിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി ടേബിൾ ആഡിങ് ടു ദി ലിസ്റ്റ് ഓഫ് പ്രൊഫഷൻസ് ആൻഡ് ദെയർ വർക്ക് സ്പേസസ്. അപ്പം ഏതൊക്കെ തരം ജോലികളുമുണ്ട്, അവർ വർക്ക് ചെയ്യുന്ന സ്പേസിൻ്റെ പേരും എന്താണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് എന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? വീൽ റൈറ്റ് എന്താണ്? വണ്ടിപ്പണിക്കാരൻ. എന്താണ്? ഷെഡാണ്. വർക്ക് ചെയ്യുന്ന സ്ഥലം ഷെഡ്, അതായത് പണിപ്പുര. ബ്ലാക്ക് സ്മിത്ത് കൊല്ലൻ. കൊല്ലൻ്റെ വർക്ക് സ്പേസിനെ ഫോർജ് എന്ന് പറയും. ഫോർജ് മീൻസ് ആല. കൊല്ലൻ്റെ ആല എന്ന് കേട്ടിട്ടില്ലേ? യെസ്. കാർപ്പൻറ്റർ കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ ആശാരി. അപ്പം ആശാരി ജോലി ചെയ്യുന്ന സ്ഥലം വർക്ക്ഷോപ്പ്, അതായത് പണിപ്പുര. പിന്നെ ടൈലർ ടൈലർ തയ്യൽക്കാരൻ, അത് ഷോപ്പാണ്. ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ടൈലേഴ്സ് ഷോപ്പ് എന്നൊക്കെ പറയും. പിന്നെ ബേക്കർ ബേക്കർ ബേക്കറി. പിന്നെ പോട്ടർ പോട്ടർ ആരാണ്? ഈ കുശവൻ എന്ന് പറയും, പോട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അത് സ്റ്റുഡിയോ എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? ടീച്ചർ ടീച്ചർ ആരാണ്? അധ്യാപകൻ. അധ്യാപകൻ വർക്ക് ചെയ്യുന്നത് ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ. ബി ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു ആർ വാക്കിംഗ് അലോങ് എ സ്മോൾ വില്ലേജ് സ്ട്രീറ്റ്. അതായത് നിങ്ങളൊരു ചെറിയ ഗ്രാമവീതിയിലൂടെ നടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. You pass a forge, a shed and a few other workspaces you have listed above. അപ്പം നിങ്ങൾ ഒരു കൊല്ലൻ്റെ ആലയും ഒരു പണിപ്പുരയും പിന്നെ നമ്മളിപ്പം ഫില്ല് ചെയ്തിട്ടുള്ള മറ്റ് ജോലി സ്ഥലങ്ങളും ഒക്കെ കടന്നു പോകുന്നു. അതായത് കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ആ പിക്ചറിൽ നോക്കിയാൽ കാണാം. ഡിസ്ക്രൈബ് ഇൻ എ പാരഗ്രാഫ് വാട്ട് യു മേ സീ ഹിയർ ആൻഡ് ഫീൽ ആസ് യു വാക്ക് പാസ്റ്റ് ദീസ് പ്ലേസസ്. അപ്പം ഈ സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു എന്നൊരു പാരഗ്രാഫിലായിട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ നോക്കിയാലോ? ഓക്കെ. ആൻസർ. As I walk along the village street, I see a blacksmith forge where the smith is hammering red hot metal on the anvil, sending out bright sparks. എന്താണ്? ഞാൻ ഗ്രാമവീതിയിലൂടെ നടക്കുമ്പോൾ ഒരു കൊല്ലൻ്റെ ആല കാണുന്നു. അവിടെ കൊല്ലൻ ചുട്ടു പഴുത്ത ഇരുമ്പ് ആൻവിലിൽ അടിക്കുന്നു. അതിൽ നിന്ന് തിളങ്ങുന്ന തീപ്പൊരികൾ പുറത്തേക്ക് വരുന്നു. ആ ഒരു കാഴ്ച കണ്ടതായിട്ട് നമുക്ക് എഴുതാം. രണ്ടാമത്തെ എന്തെഴുതാം? I hear the clang of metal, the hiss of the fire and the steady thud of the hammer. എന്താണ്? ലോഹം കൂട്ടിയിടിക്കുന്ന ശബ്ദവും തീയുടെ സീൽക്കാര ശബ്ദവും ചുറ്റികയുടെ തുടർച്ചയായ ടക് ടക് ശബ്ദവും ഞാൻ കേൾക്കുന്നു. Next I pass the wheelwright's shed with large wooden wheels and the smell of fresh wood. അടുത്തതായി വലിയ മരച്ചക്രങ്ങളുള്ള വണ്ടിപ്പണിക്കാരന്റെ പണിപ്പുര ഞാൻ കടന്നു പോകുന്നു. അവിടെ പുതിയ മരത്തിന്റെ മണം അനുഭവപ്പെടുന്നു. At the carpenter's workshop, I see shavings on the ground and hear the sound of sawing and planning. ആശാരിയുടെ പണിപ്പുരയിൽ നിലത്ത് എന്താണ്? മരപ്പൊടിയും മരക്കഷ്ണങ്ങളും കാണുന്നു. മരം അറുക്കുന്നതിൻ്റെയും ചീകുന്നതിൻ്റെയും ശബ്ദം ഞാൻ കേൾക്കുന്നു. A little further, the tailor's shop shows colorful fabrics in the window. അപ്പം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തയ്യൽ കടയുടെ ജനലിൽ പല നിറങ്ങളുള്ള തുണികൾ കാണാം. I feel the warmth of the sun, the smell of smoke, wood and cloth, and a pleasant sense of the busy, honest work that keeps the village alive. എന്താണ്? സൂര്യൻ്റെ ചൂടും പുകയുടെയും മരത്തിൻ്റെയും തുണിയുടെയും മണവും ഞാൻ അനുഭവിക്കുന്നു. ഗ്രാമത്തെ സജീവമാക്കി നിർത്തുന്ന തിരക്കേറിയതും സത്യസന്ധവുമായ ജോലികളുടെ മനോഹരമായ ഒരു അനുഭവവും എനിക്ക് ലഭിക്കുന്നു എന്നെഴുതിയിട്ട് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് എൻഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം.
The excerpt describes Nell and her grandfather's long journey on foot from London to the countryside. എന്താണ് ഈ ഭാഗം നെല്ലും അവളുടെ മുത്തച്ഛനും ലണ്ടനിൽ നിന്ന് ഗ്രാമപ്രദേശത്തേക്ക് കാൽനടയായി നടത്തിയ ദീർഘയാത്രയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. Did you notice words relating to the different ways in which we walk? അപ്പം നമ്മൾ വ്യത്യസ്ത രീതിയിൽ നടക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. Each word gives a clear picture of the kind of movement it involves. അതായത് ഓരോ വാക്കും നടക്കുന്നതിൻ്റെ പ്രത്യേക രീതിയെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് സം ഓഫ് ദീസ് വേർഡ്സ് ആൻഡ് ഫിൽ ഇൻ ദി ടേബിൾ ബിലോ. അപ്പോൾ നിങ്ങൾക്ക് വേർഡ്സും അതിൻ്റെ മീനിങ്ങും ആ മീനിങ് എന്ത് മൂവ്മെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നതും എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ വാക്ക് നമുക്ക് എഴുതാം സ്ക്രാമ്പിൾ. സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മൂവ് ക്വിക്ക്ലി യൂസിങ് വൺസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകളും കാലുകളും ഉപയോഗിച്ച് വേഗത്തിൽ നീങ്ങുന്നതിനാണ് നമ്മൾ സ്ക്രാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ മൂവ്മെൻറ്റുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ദ ക്ലൈംബിംഗ് ഓഫ് എ മങ്കി. അതായത് കുരങ്ങ് കയറുന്നത് പോലെ കയറുന്നതിനാണ് നമ്മൾ സ്ക്രാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് പ്രൗൾ. പ്രൗൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മൂവ് ക്വയറ്റ്ലി ആൻഡ് കോഷ്യസ്ലി. അതായത് ശാന്തമായും ശ്രദ്ധയോടെയും നീങ്ങുന്നതിനെയാണ് പ്രൗൾ എന്ന് പറയുന്നത്. അപ്പോൾ ആറ് മൂവ്മെൻറ്റുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ മൂവ്മെൻറ്റ് ഓഫ് എ ടൈഗർ. അതായത് കടുവ നടക്കുന്നത് പോലെ നടക്കുന്നതിനാണ് പ്രൗൾ എന്ന് പറയുന്നത്. അടുത്ത വാഡിൽ. വാഡിൽ മീൻസ് ടു വാക്ക് വിത്ത് ഷോർട്ട് സ്റ്റെപ്സ് ഫ്രം സൈഡ് ടു സൈഡ്. അതായത് വശങ്ങളിലേക്ക് ആടി ആടി ചെറിയ ചുവടുകളിൽ നടക്കുന്നതിനെയാണ് വാഡിൽ എന്ന് പറയുന്നത്. അതായത് ഈ താറാവൊക്കെ നടക്കത്തില്ലേ, ദ വാക്കിംഗ് ഓഫ് എ ഡക്ക്. അടുത്തതാണ് ട്രഡ്ജ്. അതായത് ടു വാക്ക് സ്ലോലി ആൻഡ് വെയർലി യൂഷ്വലി ബിക്കോസ് ഓഫ് ടയർഡ്നെസ്. അതായത് ക്ഷീണം കാരണം പതുക്കെയും തളർന്ന് നടക്കുന്നതെയാണ് ട്രഡ്ജ് എന്ന് പറയുന്നത്. അപ്പം മൂവ്മെൻറ്റ് ഈസ് കമ്പയർഡ് ടു ദ സ്ലോ മൂവ്മെൻറ്റ് ഓഫ് എ വെയറി പേഴ്സൺ. അതായത് ക്ഷീണിച്ച ഒരാൾ പതുക്കെ നടക്കുന്നത് പോലെ നടക്കുന്നതിനാണ് ട്രഡ്ജ് എന്ന് പറയുന്നത്. അടുത്തത് ടോയിൽ. ടു വാക്ക് വിത്ത് ഗ്രേറ്റ് എഫേർട്ട് എസ്പെഷ്യലി ഫോർ എ ലോങ് ടൈം. അതായത് വളരെ കാലം വലിയ പ്രയാസത്തോടെ നടക്കുക, അതാണ് ടോയിൽ. അതിൻ്റെ മൂവ്മെൻറ്റ് കമ്പയർ ചെയ്തിരിക്കുന്നത് ദ പെയിൻഫുൾ എഫേർട്ട് ഓഫ് എ ലേബറർ. അതായത് തൊഴിലാളിയുടെ കഠിനമായ പരിശ്രമം പോലെ, ദാറ്റ് ഈസ് ടോയിൽ. ഇനി അടുത്തത് സ്റ്റാഗർ. അതായത് ടു വാക്ക് അൺസ്റ്റെഡിലി ആസ് ഇഫ് അബൌട്ട് ടു ഫോൾ. അതായത് വീഴാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ സ്ഥിരതയില്ലാതെ നടക്കുന്ന രീതിക്ക് പറയുന്നതാണ് സ്റ്റാഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ മൂവ്മെൻറ്റുമായിട്ടാണ്? അതായത് ഈ കള്ളുകുടിയന്മാരൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ? മദ്യപിച്ച ഒരാൾ ആടി ആടി നടക്കുന്നത് പോലെ. ദ അൺസ്റ്റഡി മൂവ്മെൻറ്റ് ഓഫ് എ ഡ്രങ്കാർഡ്, ദാറ്റ് ഈസ് സ്റ്റാഗർ. തേർഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ ഒരു ലൈനാണ്. ദ ചൈൽഡ് ലുക്ക് വിസ്ഫുള്ളി ഇൻ ഈച്ച് doubtful at which to ask for permission to rest a while and buy a draught of milk. എന്താ അർത്ഥം? ആ കുട്ടി ആരാണ്? നെല്ല് ഓരോ സ്ഥലത്തേക്കും ആഗ്രഹത്തോടെ നോക്കി കുറച്ച് സമയം വിശ്രമിക്കാനും പിന്നെ കുറച്ച് പാല് വാങ്ങാനും ഏത് സ്ഥലത്താണ് അനുവാദം ചോദിക്കേണ്ടതെന്ന് അവൾക്ക് സംശയമായിരുന്നു. ഈ ഒരു ലൈൻ ഓർമ്മയുണ്ടല്ലോ? അപ്പം പറഞ്ഞിരിക്കുന്നത് ദ വേർഡ് ഡ്രാഫ്റ്റ് ഹാസ് സെവറൽ മീനിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഡ്രാഫ്റ്റ് എന്ന വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന വാക്കിന് ഒരൊറ്റ മീനിങ് അല്ല, ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പോൾ റീഡ് ദ ഫോളോയിങ് ആൻഡ് നോട്ട് ദി ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ വേർഡ് ഡ്രാഫ്റ്റ് ഇസ് യൂസ്ഡ് ആൻഡ് മാച്ച് ഈച്ച് വൺ വിത്ത് ഇറ്റ്സ് മീനിങ്. അപ്പം നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് വായിച്ചിട്ട് ഡ്രാഫ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ ശ്രദ്ധിക്കാനും ഓരോന്നിനും ശരിയായ അർത്ഥം കണ്ടെത്തി മാച്ച് ചെയ്യാനും. മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ, എ സൈഡിൽ കിടക്കുന്ന എല്ലാ സെൻറ്റൻസിൻ്റെയും മീനിങ് നമുക്ക് ആദ്യം നോക്കാം. ഡ്രാഫ്റ്റ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കവിൾ പാല് അല്ലെ കുറച്ച് പാല് എന്നാണ് അർത്ഥം. കോൾഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത കാറ്റിൻ്റെ ഒഴുക്ക് എന്നാണ് അർത്ഥം. കോൾഡ് ഡ്രാഫ്റ്റ്. അടുത്തത് ഡ്രാഫ്റ്റ് കാറ്റിൽ, ഭാരം വലിക്കാൻ ഉപയോഗിക്കുന്ന കന്നുകാലികൾ, അതാണ് ഡ്രാഫ്റ്റ് കാറ്റിൽ. പിന്നെ ഡ്രാഫ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ ആഴം കാണിക്കുന്ന അടയാളത്തിനെയാണ് ഡ്രാഫ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാഫ്റ്റ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡോസ് ദ്രാവക മരുന്ന് എന്നാണ് പറയുന്നത്, ഡ്രാഫ്റ്റ് ഓഫ് മെഡിസിൻ. ഇനി ബി സൈഡിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. എ ലിക്വിഡ് ഡോസ് ഓഫ് മെഡിസിൻ, അതായത് ദ്രാവക രൂപത്തിലുള്ള മരുന്നിൻ്റെ ഒരു ഡോസ്. അപ്പം അത് ഏതാ? എ സൈഡിൽ ഏതിൻ്റെ ആൻസർ ആയിട്ട് വരും? 5ൻ്റെ ആൻസർ ആയിട്ട് വരും, ഡ്രാഫ്റ്റ് ഓഫ് മെഡിസിൻ. അടുത്തത് എ മൗത്ത് ഫുൾ ഓഫ് മിൽക്ക്, ഒരു വായ്ക്ക് കുടിക്കാവുന്നത്ര പാല്, അതിൻ്റെ ആൻസർ 1. 1നോടാണ് അത് മാച്ച് ചെയ്യേണ്ടത്. എ കറന്റ് ഓഫ് എയർ, അതായത് വായുവിൻ്റെ ഒഴുക്ക് അല്ലെ കാറ്റിൻ്റെ ഒഴുക്ക്, അത് ഏതാണ്?
രണ്ട്, എ കോൾഡ് ഡ്രാഫ്റ്റ് ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ഡി, ആനിമൽസ് യൂസ്ഡ് ഫോർ പുള്ളിങ് ഹെവി ലോഡ്സ്. എന്താണ്? ഭാരമുള്ള സാധനങ്ങൾ വലിക്കാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ. അത് ഏതാണ് ആൻസർ? ഡ്രാഫ്റ്റ് കാറ്റിൽ. അടുത്ത നോക്കിയേ, എ മാർക്കിംഗ് ഓൺ എ ഷിപ്പ് ഷോയിങ് ദി ഡെപ്ത് ഓഫ് ദി വെസൽ ബിലോ ദി വാട്ടർ ലൈൻ. അപ്പോൾ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് കപ്പൽ എത്ര ആഴത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്ന് കാണിക്കുന്ന കപ്പലിന്റെ അടയാളം അതേതാണ്? ഇ 4 ആണ്, ഡ്രാഫ്റ്റ് മാർക്ക്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ മാച്ച് ചെയ്യാനായിട്ട്. Question B. Imagine that a doctor, a sailor and a farmer happen to meet at a wayside inn. ഇതെന്താണ്? ഒരു ഡോക്ടറും ഒരു നാവികനും ഒരു കർഷകനും വഴിയരികിലെ ഒരു സത്രത്തിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്നതായിട്ട് സങ്കല്പിക്കാൻ നിങ്ങളോട് പറയുകയാണ്. Write a short conversation among them in which each uses the word draft in a context appropriate to their profession. അതായത് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഓരോരുത്തരും ഡ്രാഫ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് മീനിങ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതിയാലോ? അപ്പോൾ ഡോക്ടർ പറയാണ്, ഐ ഹാവ് ജസ്റ്റ് ഗിവൻ മൈ പേഷ്യൻറ്റ് എ ഡ്രാഫ്റ്റ്, കണ്ടോ, ഡ്രാഫ്റ്റ് ഓഫ് മെഡിസിൻ, ഇറ്റ് വിൽ ഹെൽപ്പ് റെഡ്യൂസ് ദി ഫീവർ. എന്താണ് അർത്ഥം? ഞാനിപ്പോൾ എൻ്റെ രോഗിക്കൊരു ഒരു ഡോസ് ദ്രാവക മരുന്ന് നൽകി, അത് പനി കുറയ്ക്കാൻ സഹായിക്കും. കണ്ടില്ലേ, ഇവിടുത്തെ ഡ്രാഫ്റ്റിന്റെ മീനിങ് മനസ്സിലായില്ലേ? ഇനി അടുത്ത സെയിലർ പറയുമ്പോൾ എന്ത് പറയും? ദ വിൻഡ് ഈസ് സ്ട്രോങ് ടുഡേ, അവർ ഷിപ്പ് ഈസ് മൂവിങ് വിത്ത് ദ ഡ്രാഫ്റ്റ്. കണ്ടില്ലേ, ഡ്രാഫ്റ്റ് ഓഫ് ദി സീ. അപ്പൊ ഇന്ന് കാറ്റ് ശക്തമാണ്, കടലിലെ ജലത്തിന്റെ ഒഴുക്കിനൊപ്പം ഞങ്ങളുടെ കപ്പൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഫാർമറിന്റെ എന്ത് ഡ്രാഫ്റ്റ് കൂട്ടി നമുക്ക് എന്ത് ഡയലോഗ് എഴുതാം? ഓക്കെ, ഐ യൂസ് മൈ ഓക്സൺ ടു പുൾ ദി പ്ലോ, ദേ ആർ സ്ട്രോങ് ഡ്രാഫ്റ്റ് ആനിമൽസ്. എന്താണ്? നിലമുഴാൻ ഞാൻ എൻ്റെ കാളകളെ ഉപയോഗിക്കുന്നു, അവ ശക്തിയുള്ള ഭാരം വലിക്കുന്ന മൃഗങ്ങളാണ്. കണ്ടില്ലേ, ഡ്രാഫ്റ്റ് ആനിമൽസ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ മീനിങ് കണ്ടില്ലേ? അപ്പം നിങ്ങൾക്ക് വേർഡ് ഹെൽപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്, വേർഡ്സിന് മീനിങ്ങും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. Fourth question. As you read a draft of kindness, you might have been reminded of people in your life who have showered you with care, concern and affection. അപ്പം എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്ന സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങളെ സ്നേഹത്തോടെയും കരുതലോടെയും വാത്സല്യത്തോടെയും പരിചരിച്ച നിങ്ങളുടെ ജീവിതത്തിലെ ചില ആളുകളെ നിങ്ങൾ ഓർത്തിരിക്കാം എന്ന് പറയാണ്. നറേറ്റ് വൺ സച്ച് എക്സ്പീരിയൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്, മേക്കിംഗ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 സിനോണിംസ് ഫോർ കൈൻഡ്നെസ്. കുട്ടികളെ എന്താ പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഇങ്ങനത്തെ അനുഭവം ഉണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ വിവരിക്കാനാണ് പറയുന്നത്. അപ്പം കൈൻഡ്നെസ് എന്ന വാക്കിൻ്റെ കുറഞ്ഞത് 3 പര്യായ പദങ്ങൾ ഉചിതമായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. സിനോണിംസ് എന്താണ്? പര്യായ പദം എന്ന് പറഞ്ഞാൽ അതായത് കൈൻഡ്നെസ് എന്നർത്ഥം വരുന്ന 3 വാക്കുകളെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഈ പാരഗ്രാഫ് എഴുതാനായിട്ട്. അപ്പം ഞാൻ 3 വാക്കുകൾ യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ 3 വാക്കുകൾ ഞാൻ അണ്ടർലൈനും ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ? അപ്പം നിങ്ങളെ കൈൻഡ്നെസ്സോടുകൂടി ട്രീറ്റ് ചെയ്ത ഒരാളെ പറ്റിയിട്ടുള്ള കഥ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, നോക്കിക്കോ. Last year, when I had a high fever just before my final exams, my neighbor Mrs. Meera took such good care of me. എന്താണ്? കഴിഞ്ഞ വർഷം എൻ്റെ അവസാന പരീക്ഷ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് അതിന് തൊട്ട് മുമ്പ് എനിക്ക് കഠിനമായ പനി വന്നപ്പോൾ എൻ്റെ അയൽക്കാരിയായ മീര മാഡം എന്നെ വളരെ നന്നായിട്ട് പരിചരിച്ചു. She came home with soup and fruits, stayed with me and made sure I took my medicines on time. അതായത് അവർ സൂപ്പും പഴങ്ങളും കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഇരിക്കുകയും ഞാൻ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഷീ ഈവൻ ഹെൽപ്പ് മീ റിവൈസ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ജെന്റ്ലി ആൻഡ് പേഷ്യൻ്റ്ലി. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൗമ്യമായും ക്ഷമയോടെയും പഠിച്ച് ഓർക്കാനും അവരെന്നെ സഹായിച്ചു. ഹെർ തോട്ട്ഫുൾനെസ്, കണ്ടോ, തോട്ട്ഫുൾനെസ് and generosity gave me the strength to recover and appear for my exams with confidence. അപ്പോൾ അവരുടെ പരിഗണനയും ഉദാരതയും എനിക്ക് സുഖം പ്രാപിക്കാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനും ശക്തി നൽകി. I will always be grateful for her warm heartedness and selflessness. അപ്പോൾ അവരുടെ സ്നേഹപൂർണമായ മനസ്സിനും നിസ്വാർത്ഥതയ്ക്കും ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ കണ്ടില്ലേ 3 വേർഡ്സ്. എന്താണ് തോട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? എന്താ? മറ്റുള്ളവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും പരിഗണിക്കുന്ന മനോഭാവം. അപ്പോൾ കൈൻഡ്നെസ്സുമായിട്ട് അതിനൊരു ബന്ധമുണ്ടല്ലോ, സിനോണിം അല്ലേ? ഇനി ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ദയ കാണിക്കുകയും സഹായിക്കാനും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് നൽകാനും തയ്യാറാകുന്ന ഒരു ഗുണത്തിനെയാണ് ജനറോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൈൻഡ്നെസ്സിൻ്റെ ഒരു സിനോണിം അല്ലേ?
ഇനി വാം ഹാർട്ടഡ്നെസ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ, അതായത് നല്ലതും കരുതലുള്ളതുമായ ഹൃദയത്തോടെയും സ്നേഹവും ദയയും ഒക്കെ കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്വഭാവമാണ് ഈ വാം ഹാർട്ടഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് വാക്ക്, അതും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? സ്വന്തം താല്പര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നിസ്വാർത്ഥമായിട്ടുള്ള മനോഭാവത്തിനെയാണ് ഈ സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെൽ ഹൈഡ്സ് ഹെർ ഫീലിങ്സ് ടു അപ്പിയർ സ്ട്രോങ് ഫോർ ഹെർ ഗ്രാൻഡ് ഫാദേഴ്സ് സീക്ക്. എന്താണ്? മുത്തച്ഛന് വേണ്ടി ശക്തിയായി തോന്നിക്കാനായിട്ട് നെല്ല് തൻ്റെ വികാരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, അല്ലേ? മോസ്റ്റ് ചിൽഡ്രൻ ആർ ലൈക്ക് നെൽ, സ്ട്രഗ്ലിംഗ് വിത്ത് ദെയർ ഡിസ്ട്രസ് ഇൻ സൈലൻസ്. അപ്പോൾ പല കുട്ടികളും നെല്ലിനെ പോലെ തങ്ങളുടെ വിഷമങ്ങൾ ആരോടും പറയാതെ നിശബ്ദമായിട്ട് സഹിക്കുന്നു. സജസ്റ്റ് സം പ്രാക്ടിക്കൽ വേസ് ബൈ വിച്ച് ഫ്രണ്ട്സ് മേ സപ്പോർട്ട് ഈച്ച് അതർ വിത്തൗട്ട് ബീങ് ഇൻട്രൂസീവ്. അപ്പം മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇടപെടാതെ സുഹൃത്തുക്കൾക്ക് പരസ്പരം പിന്തുണ നൽകാൻ കഴിയുന്ന ചില പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം എന്ന് നോക്കിയാലോ? അപ്പോൾ ആൻസർ നോക്കിക്കോ. ബി എ ഗുഡ് ലിസണർ, ലെറ്റ് യുവർ ഫ്രണ്ട് ടോക്ക് വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ്. അപ്പോൾ എന്താണ്? നിങ്ങൾ നല്ലൊരു ലിസണർ ആയിരിക്കണം. അപ്പോൾ സുഹൃത്ത് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്താതെ കേൾക്കുകയും വേണം. ഷോ ദാറ്റ് യു കെയർ ത്രൂ സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ചെറിയ ദയാപ്രവർത്തികളിലൂടെയും സഹായങ്ങളിലൂടെയും നിങ്ങൾക്ക് സുഹൃത്തിനെ കുറിച്ച് എന്തുണ്ട്? കരുതലുണ്ടെന്ന് കാണിക്കണം നിങ്ങൾ. സ്പെൻഡ് ടൈം ടുഗദർ ആൻഡ് ഇൻക്ലൂഡ് യുവർ ഫ്രണ്ട് ഇൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും സുഹൃത്തിനെ വിവിധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. നോട്ടീസ് വെൻ യുവർ ഫ്രണ്ട് ഇസ് സാഡ് ഓർ ക്വയറ്റ് ആൻഡ് ജെന്റ്ലി ആസ്ക് ഇഫ് ദേ ആർ ഓക്കെ. അപ്പോൾ സുഹൃത്ത് വിഷമിച്ചിരിക്കുകയോ നിശബ്ദനായി ഇരിക്കുകയോ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയും ചെയ്യുക. എൻകറേജ് യുവർ ഫ്രണ്ട് ടു ഷെയർ ഫീലിങ്സ് ബട്ട് നെവർ ഫോഴ്സ് ദം. അപ്പോൾ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ സുഹൃത്തിനെ പ്രോത്സാഹിപ്പിക്കുക, പക്ഷേ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ. റെസ്പെക്ട് യുവർ ഫ്രണ്ട്സ് പ്രൈവസി ആൻഡ് കീപ് ദെയർ ഫീലിങ്സ് കോൺഫിഡൻഷ്യൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? സുഹൃത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കുകയും അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്ന കാര്യം അവിടെ ഇവിടെ ചെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റ് പോവില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു കീ ഐഡിയ, പ്രധാന ആശയം എന്ന് പറയുന്നത് എന്താണ്? True friendship means being there for each other with care, respect and understanding without forcing or judging. അപ്പോൾ യഥാർത്ഥ സൗഹൃദം എന്നത് നിർബന്ധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ പരസ്പരം കരുതലോടെയും ബഹുമാനത്തോടെയും മനസ്സിലാക്കലുകളോടെയും കൂടെ നിൽക്കുക എന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പാർട്ട് 2 വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഓൺ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്.